Hello everyone. Today we are going to discuss about a topic Kreb cycle. The citric acid cycle was discovered by Hans Krebs in 1937 and was also called tricarboxylic acid cycle. സിട്രിക് ആസിഡ് സൈക്കിൾ ഡിസ്കവർ ചെയ്തത് ഹാൻസ് ക്രബ്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സൈക്കിളിന് ക്രബ് സൈക്കിൾ എന്ന് പേര് വന്നത്. ക്രബ് സൈക്കിളിന് വേറൊരു പേരും കൂടെ ഉണ്ട്, സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ട്രൈകാർബോക്സിലിക് ആസിഡ് TCA സൈക്കിൾ എന്ന്. അപ്പോൾ ഈ ക്രബ് സൈക്കിളിന് സിട്രിക് ആസിഡ് സൈക്കിളിന് പേര് വരാൻ കാരണം ക്രബ് സൈക്കിളിലെ ഫസ്റ്റത്തെ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റാണ് സിട്രിക് ആസിഡ്. അതുകൊണ്ടാണ് ഇതിന് സിട്രിക് ആസിഡ് സൈക്കിളിന് പേര് വന്നത്. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, TCA സൈക്കിൾ, ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. അത് സിട്രിക് ആസിഡിൽ 3 കാർബോക്സൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നുകൂടി പറയുന്നത്. ഇനി ക്രബ് സൈക്കിളിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. ക്രബ് സൈക്കിൾ ഇസ് എ സെറ്റ് ഓഫ് എൻസൈം catalyzed reactions that provide a unified pathway for the ultimate oxidation of all metabolic fuels, glucose, amino acids, free fatty acids and ketone bodies. ക്രബ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ സെൻട്രൽ മെറ്റബോളിക് പാത്വേ ആണ്. അതായത് പല പല പാത്വേസിലൂടെ കടന്നു വന്ന പ്രൊഡക്റ്റാണ് ക്രബ് സൈക്കിളിൽ കൂടെ കയറി വരുന്നത്. Location of Krebs cycle. In eukaryotes, the Krebs cycle occurs in the mitochondrial matrix, while in prokaryote, it occurs in the lysosome. In eukaryote, succinate dehydrogenase is the only membrane-bound enzyme in the TCA cycle, and it is found in the plasma membrane of prokaryote. മെയിനായിട്ട് ക്രബ് സൈക്കിൾ ലൊക്കേറ്റ് എന്ന് വെച്ചാൽ മൈറ്റോകോൺട്രിയൽ ആണ്. സിഗ്നിഫിക്കൻസ് ഓഫ് ക്രബ് സൈക്കിൾ. Oxidation of acetyl coenzyme A. This reaction is helpful for the complete oxidation of acetyl coenzyme A. Final oxidative pathway. It represents the final oxidative pathway of fuel molecules such as glucose, amino acids, fatty acids and ketone bodies. Amphibolic pathway. Krebs cycle is an example for amphibolic pathway consisting of anabolic pathway and catabolic pathway. First one, anabolic function of TCA cycle. The intermediate of TCA cycle are used as precursors in the biosynthesis of many compounds. Second one, catabolic function of TCA cycle. It provides a pathway for the degradation of acetyl coenzyme A derived from carbohydrate, protein and fatty acids. Anapleiotic role. Anapleiotic reactions are filling up reactions. The TCA cycle provides precursors of biosynthetic pathways. For example, heme is synthesized from succinyl coenzyme A, a molecule in TCA cycle. Then production of ATP. TCA cycle produces energy in the form of GTP, NADH and FADH2. The NADH and FADH2 are transported to mitochondria for oxidative phosphorylation to produce ATP. ഇനി ക്രബ് സൈക്കിൾ നോക്കുക. പൈറുവേറ്റ് അസറ്റൈൽ കോഎൻസൈം A ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഗ്ലൈക്കോളിസിസിൻ്റെ എൻഡ് പ്രൊഡക്റ്റാണ് പൈറുവേറ്റ്. അതാണ് ക്രബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ പൈറുവേറ്റ് അസറ്റൈൽ കോഎൻസൈം ആയിട്ട് മാറുന്നു. അസറ്റൈൽ കോഎൻസൈം സിട്രേറ്റ് സിന്തസ് വഴി സിട്രേറ്റ് ആയിട്ട് മാറുന്നു. ഈ സിട്രേറ്റ് ഐസോ സിട്രേറ്റ് ആയിട്ട് മാറുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് വരുന്നുണ്ട്, അതാണ് അഗോണിറ്റേസ് എന്ന് പറയുന്നത്. ഈ അസറ്റൈൽ കോഎൻസൈം എയും ഓക്സാലോ അസറ്റേറ്റും കൂടെ ചേർന്നിട്ടാണ് സിട്രേറ്റ് ഉണ്ടാകുന്നത്. ഓക്സാലോ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ 4 കാർബൺ കോമ്പൗണ്ടാണ്. സിട്രേറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റൈൽ കോഎൻസൈം എന്ന് പറഞ്ഞാൽ 2 കാർബൺ കോമ്പൗണ്ടും ഓക്സാലോ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ 4 കാർബൺ കോമ്പൗണ്ടാണ്. ഇത് രണ്ടും കൂടെയും ചേർന്നിട്ടാണ് സിട്രേറ്റ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ 6 കാർബൺ കോമ്പൗണ്ടായി മാറി. ഇനി ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേഷൻ വഴി ഓക്സാലോ സക്സിനേറ്റ് ആയിട്ട് മാറി. ഡീഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീഹൈഡ്രോജിനേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. അപ്പോൾ ആ പോയ ഹൈഡ്രജൻ NAD+ലോട്ട് കയറുന്നു. NAD+, NADH2 ആയിട്ട് മാറുന്നു. ഓക്സാലോ സക്സിനേറ്റ് വീണ്ടും ഡീകാർബോക്സിലേസ് വഴി ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആയിട്ട് മാറുന്നു. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് കാർബൺ. അപ്പോൾ ഒരു കാർബൺ കോമ്പൗണ്ട് അതിൽ നിന്ന് പോയിട്ട് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് എന്ന് പറഞ്ഞാൽ 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജനേസ് വഴി സക്സീനൈൽ കോഎൻസൈം A ആയിട്ട് മാറുന്നു. അവിടെയും ഇതേപോലെ തന്നെ പോയ ഹൈഡ്രജൻ NAD+ലോട്ട് കയറുന്നു. NAD+, NADH2 ആയിട്ട് മാറുന്നു. അവിടെ ഒരു കോഎൻസൈം A അതിലോട്ട് കയറി വരുന്നുണ്ട്. പിന്നെ വീണ്ടും അതുകൊണ്ടാണ് സക്സിനൈൽ കോഎൻസൈം A എന്നോട് പറയുന്നത്. സക്സിനൈൽ കോഎൻസൈം A സക്സിനൈൽ തയോകൈനേസ് വഴി സക്സിനേറ്റ് ആയിട്ട് മാറുന്നു. കൈനേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഫോസ്ഫേറ്റ് എന്നാണ്.
അപ്പോൾ ഇവിടെ ജി ടി പിയിൽ ഒരു ഫോസ്ഫേറ്റ് കയറി വന്നിട്ട് അതിനെ ജി ടി പി ആക്കി മാറ്റുന്നു. ഈ സക്സിനേറ്റ് വീണ്ടും സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് വഴി ഫ്യൂമറേറ്റ് ആയിട്ട് മാറുന്നു. അവിടെ എഫ് എ ഡിന്ന് എഫ് എ ഡി എച്ച് ടു ആയിട്ട് മാറുന്നു. ഫ്യൂമറേസ് വഴി ഡയറക്റ്റ് ആയിട്ട് മാലൈറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ 4 കാർബൺ കോമ്പൗണ്ട് ആയി. ഈ മാലൈറ്റ് ഡീഹൈഡ്രോജനേസ് വഴി ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് മാറുന്നു. അവിടെയും NAD+ NADH2 ആയിട്ട് മാറുന്നു. ഓക്സാലോ അസറ്റേറ്റ് വീണ്ടും സിട്രേറ്റ് സിന്തസിസ് വഴി സിട്രേറ്റ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ റിയാക്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. റിയാക്ഷൻസ് ഓഫ് ദ ക്രെബ് സൈക്കിൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസറ്റൈൽ കോഎൻസൈം പ്ലസ് ഓക്സാലോ അസറ്റേറ്റ് ടു ഫോം സിട്രിക് ആസിഡ് ആൻഡ് കോഎൻസൈം A. Acetyl coenzyme A combines with oxaloacetate to form citric acid, which is the first molecule formed in TCA cycle. Enzyme. The first reactions of TCA cycle is catalyzed by citrate synthase enzyme. Chemical reactions. This is a condensation reaction because it involves union of two molecules, acetyl coenzyme A and oxaloacetate. As a result of the condensation, small molecules are released. Here coenzyme A is released. Energy yield or utilization nil. Second step, conversion of citrate to isocitrate. Citric acid is converted into isocitric acid in this step. Enzyme. This reaction is catalyzed by the enzyme aconitase. It contains an iron sulfur center as prosthetic group. Chemical reactions. This is an isomerization reaction catalyzing the inner conversion of citrate to isocitrate. It involves two steps. Step A, dehydration of citrate to form cisoaconitate. It is a transient compound with short half-life. Step 2. Hydration of cisoaconitate to isocitrate. Energy yield or utilization nil. Step 3. Isocitrate to alpha-ketoglutarate. In this step, isocitrate is converted into alpha-ketoglutarate. Enzyme. This reaction is catalyzed by the enzyme isocitrate dehydrogenase. Chemical reaction. This is an example for oxidative decarboxylation reaction. NAD+ is reduced to NADH. Energy yield or utilization. Energy yielding molecule NADH is formed. Molecule released. Since it is an oxidative decarboxylation reaction, carbon dioxide is released. Step 4. Alpha-ketoglutarate and coenzyme A combines to form succinyl coenzyme A. This step, alpha-ketoglutarate and coenzyme A combines to form succinyl coenzyme A. Enzyme. This reaction is catalyzed by the enzyme alpha-ketoglutarate dehydrogenase. It is a multi-subunit enzyme containing the coenzymes thymine, lipoamide and NAD+. Chemical reaction. This is an example for oxidative decarboxylation reaction. NAD+ is reduced to NADH. Energy yield or utilization. Energy yielding molecule NADH is formed. Molecule released. Since it is an oxidative decarboxylation reaction, carbon dioxide is released. Step 5. Succinyl coenzyme A is converted into succinate. In this reaction, succinyl coenzyme A combines with GDP and inorganic phosphate and forms succinate, GTP and coenzyme A. Enzyme. This reaction is catalyzed by the enzyme succinyl coenzyme A synthase. Chemical reaction. This is a substrate level phosphorylation reaction. Energy is synthesized in the form of GTP that may be converted into ATP by the enzyme nucleotide diphosphate kinase. Energy yield or utilization. A GTP molecule is synthesized. Step 6. Conversion of succinate to fumarate. In this step, succinate is oxidized to fumarate. Enzyme. The reaction is catalyzed by succinate dehydrogenase. The enzyme possesses three types of coenzymes, iron sulfur center and FAD. The enzyme succinate dehydrogenase is tightly bound to the inner mitochondrial membrane. Chemical reaction. This is a dehydrogenation reaction in which FAD is reduced to FADH2. Energy yield or utilization. One molecule of FADH2 is produced, which will be utilized in the electron transport chain for the synthesis of ATP. Step 7. Fumarate to malate reaction. In this step, fumarate is converted to malate enzyme. Fumarases catalyzes the addition of H and OH. Chemical reaction. This is a hydration reaction in which water is added to reactions containing carbon double bond. Energy yield or utilization nil. Step 8. Conversion of malate to oxaloacetate. In this reaction, malate is converted to oxaloacetate. Enzyme. This reaction is catalyzed by the enzyme malate dehydrogenase. Chemical reaction. This is a dehydrogenation reaction in which NAD+ is reduced to NADH. Conclusion.
ATP generation. Total ATP 12 ATP, 3 NAD plus equal to 9 ATP, 1 FAD equal to 2 ATP, 1 GDP equal to 1 ATP. അപ്പോൾ ഈ ഒരു സൈക്കിളിൽ മൊത്തത്തിലായിട്ട് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് 12 ATP ആണ് ടോട്ടലായിട്ട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. താങ്ക് യു.